ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സീരീസ് ടൈപ്പ് തുടങ്ങുന്ന സീരീസ് നെയിം മൈ വ്ളോഗ് എന്നാണ്. ഒരുപാട് പേര് ഡെയിലി വ്ളോഗ്, ഹോം വ്ളോഗ് ഇങ്ങനെ കിട്ടപ്പോൾ എനിക്ക് മൈ വ്ളോഗ് എന്ന് പറഞ്ഞൊരു വ്ളോഗ് തുടങ്ങാം. ഓക്കെ, അപ്പം ഇന്ന് റെയിനി ഡേ ഇൻ മൈ ലൈഫാണ്. നല്ല മഴയാണ് ഗൈസ്. നല്ലതെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ്, രാവിലെ തന്നെ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. എന്താ നല്ലൊരു വൈബാണ് കേട്ടോ. ഇങ്ങനെ രാവിലെ എണീറ്റ് മഴയൊക്കെ ആസ്വദിച്ച് കോളേജിലും പോകണ്ട, ഇങ്ങനെ വീട്ടിലിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങനെ കുറേ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഫിനിഷ് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല മഴയാണ്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറഞ്ഞ രീതിക്കാണ് മഴ കാണുന്നതെങ്കിലും നല്ല സൗണ്ടിലാണ് മഴ ഉള്ളത്. നല്ല പോലെ ഉണ്ട്. എത്രത്തോളം നിങ്ങൾക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മഴ നനയാതെ നമുക്കൊന്ന് സ്റ്റെപ്പ് കയറി എന്തൊക്കെ കാണിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം കേട്ടോ. ഞാൻ അധികം ഇങ്ങോട്ടൊന്നും വിരക്കമില്ല. അപ്പം ഇന്ന് ജസ്റ്റ് എങ്ങനെ മേലത്തെ വ്യൂ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കയറി. നല്ല മഴയുണ്ട് ഗൈസ്. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല പോലെ മഴയാണ്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മഴ പെയ്യുന്നു എന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പം ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് മഴയുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പ്രകൃതിയൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ ഇരിക്കാൻ. ഓക്കെ, അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ആയി മേളിൽ, മഴയൊക്കെ പെയ്ത്, കാരണം അത്രയ്ക്ക് നന്നായിട്ടാണ് പെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് തിരിച്ച് താഴെ പോയിട്ട് നമ്മളുടെ ഇന്നത്തെ ഡേയിൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് നൗ, ഷെയർ, ലൈക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. അപ്പോൾ നോക്കിക്കൊന്ന് പോട്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇതാ താഴോട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. പുട്ടും പഴവും, പുട്ടും ബീഫ് ചിക്കൻ ഇങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിലും പുട്ടും കടല എനിക്ക് അത്ര ഇതില്ല. പക്ഷേ വിശക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് നല്ല രീതിക്ക് വിശപ്പുണ്ട്. അപ്പം പുട്ടും കടല കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ കഴിച്ചോ ഗൈസ്? അപ്പം നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ശേഷം ഒരു ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകാൻ. ഇന്ന് ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കഴുകാം. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് കഴുകാം കേട്ടോ. അപ്പം വീട്ടിലൊക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്, സമയം കിട്ടുന്നതൊക്കെ ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ ഈ ക്ലാസ്സും കോളേജും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒന്നിനും സമയമില്ല. പെട്ടെന്ന് രാവിലെ എനിക്ക് റെഡിയാവുക, അങ്ങനെയൊക്കെ നോക്കി പോവുക. കൂടുതലും ഹോമായിട്ട് നമ്മൾ അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് റിലാക്സ് ആയിട്ട് കമ്മീഷനും ക്ലാസ്സും കോളേജും ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണാം. അപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പം എന്നും നമ്മൾ അങ്ങ് ഇഷ്ടപ്പെടുത്തിനെങ്കിലും അത്യാവശ്യ സമയമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരിതാണ്. കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു മടുപ്പാണ്, ആരും ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സമയം പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇന്നൊരു ദിവസം പാഴാക്കി കളയണ്ട, ഹോം വ്ളോഗായിട്ടും വീഡിയോ മൈ വ്ളോഗ് എന്ന സീരീസ് തുടങ്ങി നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് വീണ്ടും വ്ളോഗിലേക്ക് വന്നത്. ഓക്കെ, അപ്പം ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇനി എന്ത് പരിപാടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം വേറെ എന്തൊരു ചെയ്യാനെന്ന് വെച്ചാൽ അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനെ ഇരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ എഴുത്തും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഇന്നലത്തോടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം നിങ്ങൾ മൂവി കാണാം. അപ്പോൾ ഒരു മൂവി പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. PT സാർ എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ അതൊന്ന് കാണണം. അതൊക്കെ ഒന്ന് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണം. പിന്നെ ഞാൻ ലാഗ് അടുപ്പിക്കുന്നോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പം നിങ്ങളൊക്കെ കമൻറ്റ്സ് ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യണം. കമൻറ്റൊക്കെ ചെയ്യുമ്പം അതിനൊക്കെ റിപ്ലൈ ഇടുമ്പോൾ നല്ല ഹാപ്പിയാണ്. അപ്പം ഇതേപോലെ ഒരുപാട് വ്ളോഗ്സ് ഇനി വേണോ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന്
കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞു. സാധാരണ നമുക്കൊരു ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്നൊരു നല്ലൊരു ഒരു ഫ്രഷ് ഫീൽ തന്നെയാണ്. ഓക്കെ. പിന്നെ ഇത് നമ്മൾ ഡൈനിങ് ഏരിയ ആണ്. ഈ ഡൈനിങ് ഏരിയയിൽ ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതുപോലത്തെ റബ്ബറൊക്കെ കിട്ടത്തില്ലേ, അതൊക്കെ എടുത്ത് വെച്ച് സ്റ്റോറേജ് ചെയ്യുക എന്നതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും കെട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസിക്ക് റബ്ബറിൻ്റെ ആവശ്യം വരുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ സ്റ്റോറേജ് ചെയ്യാം. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫേസ് പാക്ക് ഒക്കെ നോക്കാമെന്ന്. പിന്നെ ഇത് പീൽ ഓഫ് മാസ്ക് ആണ്. ഫേഷ്യൽ ഹെയർ എനിക്കിപ്പോൾ വരുന്നുണ്ട്, അതുകൊണ്ട് പീൽ ഓഫ് മാസ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പീൽ ഓഫ് മാസ്ക് ആണിത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഓറഞ്ചിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് ഇട്ടിട്ട് കുറച്ച് പാൽ ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സാധാരണ ഈ ചാർക്കോൾ ടൈപ്പ് അല്ല, ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തണുപ്പ്, നല്ല ഫ്രഷ് ഫീലുമാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഉണങ്ങിയ ശേഷം ഇങ്ങനെ പൊടി ആയിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ സ്ക്രബ് ചെയ്ത് കളയണം. അല്ലാതെ ഇങ്ങനെ വലിച്ച് ഇളക്കുന്ന ഒരു പീൽ ഓഫ് മാസ്ക് അല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ കുറേ നാളായി സ്കിൻ കെയറും ഹെൽത്തും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇനി തൊട്ട് എനിക്ക് നോക്കണം, ഹെൽത്ത് നോക്കണം, ബോഡി നോക്കണം, സ്കിൻ നോക്കണം, എൻ്റെ കാര്യങ്ങൾ ഇനി എന്നെ നോക്കണം, എനിക്കിനി കുറച്ച് എൻഗേജ് ആയിട്ട് ഇരിക്കണം. ഇങ്ങനെയൊക്കെ കുറേ പ്ലാൻസ് ഉണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ. അപ്പം ഏകദേശം മഴയൊക്കെ തോന്നുന്നു. ഇപ്പം വെള്ളം വീഴുന്നില്ല മേളിൽ നിന്ന്. അപ്പം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ബേക്കറിക്ക് പകരം ഞാനിപ്പോൾ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ കഴിഞ്ഞിട്ട് 3 മണിയായപ്പോഴാണ് ചോറ് കഴിച്ചത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കറി ആയതുകൊണ്ട് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും, പിന്നെ അതുപോലെ തന്നെ ചീനിയും പാവയ്ക്ക ഫ്രൈ അത്ര ഇഷ്ടമല്ലെങ്കിലും ഇത് കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം ബൂസ്റ്റ് പാലാണിത്. അപ്പോൾ ഞാൻ കൂടുതലും പാല് കുടിക്കുകയാണ്. പിന്നെ ഇത് ഏത് ഫ്രൂട്ടാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്, പക്ഷേ ഈ ഫ്രൂട്ട് ഏതാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നൈറ്റ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് പൊറോട്ടയും ചിക്കനും ആയിരുന്നു. അതും കഴിച്ചു ഇന്നത്തെ ദിവസം. ടാറ്റാ ബൈ ബൈ.